നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പായക്കുളങ്ങര ജനകീയ സമര സമിതിയുടെ അടിപ്പാത സമരപ്പന്തലിലാണ്. 636 ദിവസമായി ഇവിടെ നടക്കുന്ന സമരത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു വർത്തമാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ആളുകൾക്കും, ഈ പ്രദേശവാസികൾക്കും ഉൾപ്പെടെ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം അറിയാം. അടിപ്പാത കിട്ടുമ്പോൾ തന്നെയാണ് യഥാർത്ഥ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ ഓണമല്ലേ നാട്ടുകാരെല്ലാം ഒത്തുകൂടുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമായി അവരുടെ കൂടെ നിൽക്കുന്നതിന് ഉപരി നമ്മൾ മാനസികമായി വളരെ പ്രയാസത്തിലാണ്. ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി ഉയർത്തെഴുന്നേറ്റ കഥകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ചവിട്ടിത്താഴ്ത്തപ്പെട്ട ജനതയാണ്. നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള സമരമാണിത്. ആ സമരം വിജയത്തിലെത്തുന്നവരെയും അതിശക്തമായി തന്നെ ഈ സമരം മുന്നോട്ട് പോകും. ഈ തിരുവോണ ആഘോഷിക്കാൻ ഇവിടെ കൂടിയിട്ടുള്ള അടിപ്പാത സമിതിയുടെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമ്മുടെ ഈ സമരം തുടങ്ങിയിട്ട് നിർഭാഗ്യവശാൽ 3ാമത് ഓണമാണ് നമ്മളിവിടെ ആഘോഷിക്കപ്പെടുകയല്ല, നമ്മൾ ആചരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും നാൾ 640 ദിവസമാണ് അടുത്ത് വരുന്നത്. 640 ദിവസം ഒരു സമരം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു യേശുദേവൻ അനുഭവിച്ച ഒരു യാതനയാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സമരം നടത്തിയിട്ടും ഇവിടുത്തെ അധികാരികൾ, അത് രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇത്രയും വലിയ ശക്തമായൊരു സമരത്തെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ എന്നാലും ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കരുതണ്ട. മരണം വരെയും ഈ സമരം ഇവിടെ തുടരും. അതിനുശേഷം ഇവിടെ ഈ അടിപ്പാതയില്ലാതെ ഈ ഹൈവേ കടന്നു പോകും. അത്രയും ശക്തമായൊരു സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം നേടിയെടുത്തതുപോലെ തന്നെ ഈ പ്രദേശത്തൊരു സഞ്ചാരയോഗ്യമായ അടിപ്പാതയോ ഉയരപ്പാതയോ ഇവിടെ കിട്ടുന്നവരെ, ഇനി എത്ര ഓണം കഴിഞ്ഞാലും ആരൊക്കെ ഇവിടെ ഞങ്ങളുടെ മേൽക്കരി ഭരിക്കാൻ വന്നാലും ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിനുള്ള പല ഉദാഹരണം ഞങ്ങളിവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ. ഇനിയും ഞങ്ങളെ കൊണ്ട് അത്തരത്തിലുള്ളൊരു നിർബന്ധിതമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ളൊരു സംവിധാനം ഇവിടുത്തെ അധികാരി വർഗങ്ങൾ ഒരുക്കരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സഹന സമരത്തിലേക്ക് ഒരു ദിവസം പോലും ഇടവിടാതെ എത്തിച്ചേരുന്ന ഓരോ പ്രദേശവാസികളായ ആളുകളും, അതോടൊപ്പം തന്നെ നമ്മുടെ സമരം നയിക്കുന്ന അമ്മമാർ, കുഞ്ഞുങ്ങൾ, ആബാലവൃദ്ധ ജനങ്ങൾക്കും ഈ സമൃദ്ധിയുടെ ഈ ഓണാഘോഷം നമ്മുടെ അസഹിഷ്ണുതയുടെ ഓണാഘോഷം കൂടെയായി മാറും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഓണം മാനസികമായിട്ട് ഓണമായിട്ട് ആഘോഷിക്കുന്നില്ല. അടിപ്പാത കിട്ടിയതിനു ശേഷം ഒരു ഓണം വരും. ആ ഓണമായിരിക്കും ഈ പ്രദേശവാസികളുടെ ഓണാഘോഷം. അന്ന് ഞങ്ങൾ ഈ ഓണാഘോഷം ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മാവേലിമൻ്റെ ഈ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്ന് തിരുവോണമാണ്. തിരുവോണമാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങളിന്ന് സമരപ്പന്തലിലാണ്. വേദനാജനകമായ ഈ രംഗം നമ്മുടെ അധികാരികൾ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പന്തലിൽ തന്നെ കഴിഞ്ഞാൽ മതിയോ? ഇവിടെ അടിപ്പാതയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്രയോ കാലം ഇവിടെ സഹന സമരം നടത്തുന്നു. നിങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം ഓണാശംസകൾ നേരുന്നു. സമരത്തിൻ്റെ നെടുന്തൂണായി എന്നും ഈ സമരപ്പന്തലിൽ വന്ന് ഈ സമരം സജീവമാക്കുന്നത് ഈ നാടിൻ്റെ പ്രതീകങ്ങളായ നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും
ഓണം അനിവാര്യതയുടെ അങ്ങേയറ്റമാണ്. അപ്പോൾ ഈ സമരപ്പന്തലിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ പ്രതീകമായിട്ടാണ് അവരുടെ എത്തുന്നത്. അവർ 4 പേര് മാത്രമല്ല, 4000 പേര് അവരുടെ പിന്നിൽ അണിനിരക്കാനുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു ഓണക്കോടി, ഓണസമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ഓണക്കോടി വിതരണം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ജൂബി സുകുമാരനെ ഈ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.